ഹലോ നമസ്കാരം. നമ്മൾ ഐറ മീഡിയയിൽ നിന്നാണ്. സോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആക്ച്വലി ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടത്താണ്. ഇന്ന് ട്രിവാൻഡ്രത്ത് ആക്ച്വലി കേരളാസ് ബിഗസ്റ്റ് ഫുഡ് ബ്ലോഗേഴ്സ് മീറ്റ് നടക്കുവാണ്. അതും ട്രിവാൻഡ്രം സെക്ഷൻ്റെ ഒരു ചാപ്റ്ററാണ്. അവരുടെ ഫുഡ് ബ്ലോഗിങ്ങിനെ പറ്റിയും അവർക്ക് ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ളൊരു സപ്പോർട്ട് എന്താണ് വേണ്ടതെന്നും അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 1-to-1 സെക്ഷനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ പേര് ഫുഡി ഫൈസി എന്നാണ് ഒറിജിനൽ നെയിം വരുന്നത്. പിന്നെ ഞാനാണ് നമ്മുടെ ഈ ഫുഡീസ് ഓഫ് ട്രിവാൻഡ്രം ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ഞാനാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു മീറ്റപ്പ് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 വർഷം മുന്നെയാണ് ആദ്യത്തെ മീറ്റപ്പ് സംഘടിപ്പിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് നമുക്കൊന്നുകൂടെ ഒത്തുചേർന്നിട്ട് പുതിയ കുറേ ബ്ലോഗേഴ്സിനെയൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു മീറ്റപ്പ് വളരെ ഭംഗിയായിട്ട് തന്നെ കണ്ടക്ട് ചെയ്യാൻ പറ്റിയത്. പേര് ഹായ്, ഐ ആം നിയാദ്. ഫുഡ് എൻസൈക്ലോപീഡിയ ട്രിവാൻഡ്രം എന്നാണ് ചാനലിൻ്റെ പേര്. സോ ഇങ്ങനൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ പറ്റിയത് തന്നെ നമുക്കൊരു ഭയങ്കര അച്ചീവ്മെൻ്റ് ആണ്. കാര്യം കേരളത്തിൽ തന്നെ നമുക്ക് ഉറപ്പായിട്ടും പറയാം ഒരു ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു ഇൻഫ്ലുവൻസർ മീറ്റപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. സോ അത് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയതിലും നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ പേര് അഖിൽരാജ്. ഹംഗ്രി ബാക്ക് പാക്കർ എന്നാണ് പേജിൻ്റെ പേര്. ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. നമ്മൾ ഇങ്ങനൊരു പരിപാടി കണ്ടക്ട് ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് നിഖിൽ എന്നാണ്. കിടിലം വൈബ്സ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ കഴിഞ്ഞ 2 വർഷം മുന്നേ നമ്മൾ ഇതുപോലെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് സൂപ്പറായിരുന്നു. അതിനേക്കാളും ഒരു പടി മേലെയാണ് ഇന്നത്തെ സക്സസ് എന്നാണ് എനിക്ക് തോന്നിയത്. അടുത്ത വർഷം നമ്മൾ ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ ശ്രമിക്കും. ഹായ്, എൻ്റെ പേര് ജാസ്മിൻ എന്നാണ്. ചാനലിൻ്റെ പേര് ഫുഡ് ആൻഡ് ട്രാവൽ കളേഴ്സ് എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 2 വർഷം മുന്നെയാണ് ആദ്യത്തെ ഫുഡ് ബ്ലോഗേഴ്സ് മീറ്റപ്പ് നമ്മൾ ട്രിവാൻഡ്രത്ത് നടത്തിയത്. അത് അടിപൊളിയായിരുന്നു. ഇപ്പം അതിനേക്കാട്ടിലും അടിപൊളിയായി. ഇതിൻ്റെ പാർട്ടാവാൻ പറ്റിയാൽ ഒത്തിരി സന്തോഷം. താങ്ക് യു. എൻ്റെ പേര് അപർണ. ആപ്സ് ടിപ്സ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. യൂട്യൂബ് ചാനലും ഉണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടി നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നേഹ കൂട്ടായ്മയാണ്. അപ്പോൾ നമ്മൾ യാതൊരുവിധ ഈഗോയും ക്ലാഷോ ഒരു പ്രശ്നങ്ങളില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു അടിപൊളി പരിപാടി നടത്തുക. അത് മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്ളോഗേഴ്സ് ഉള്ള ജില്ല ട്രിവാൻഡ്രമാണ്. അപ്പോൾ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻ്റാണ്. ഇതൊരു ഗ്രോയിങ് കമ്മ്യൂണിറ്റിയാണ്. ഇനിയും പുതിയ വ്ളോഗേഴ്സ് വരുന്നു. നമ്മളപ്പോൾ ഇത് ആഡ് ചെയ്ത് ഒരു വലിയ ഗ്രൂപ്പ് ആക്കുക, എന്നിട്ട് കേരളത്തിൽ തന്നെ ഒരു വലിയ ഇവൻറ്റ് സംഘടിപ്പിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഹായ്, എൻ്റെ പേര് ജിയോ. ഫുഡ് തെറാപ്പി എന്നാണ് ഇൻസ്റ്റാ ഹാൻഡിൽ നെയിം. ബേസിക്കലി ഈ ഗ്രൂപ്പ് യൂട്യൂബേഴ്സിനേക്കാളും കൂടുതൽ ഇൻസ്റ്റാഗ്രാമേഴ്സാണ്, പ്രത്യേകിച്ച് ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ഒഫീഷ്യൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ പറയാം. ഒഫീഷ്യലി അല്ലെങ്കിലും നമുക്ക് ഒഫീഷ്യൽ തന്നെ പറയാൻ പറ്റും. കാര്യം മറ്റു ജില്ലകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 10, 180, 200ഓളം ഫുഡ് ബ്ലോഗേഴ്സ് തന്നെയുണ്ട്. അതിൽ 100 പേരോളം നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അവരെല്ലാവരും കൂടെ ഒന്നിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പുതിയ വരുന്ന ഫുഡ് ബ്ലോഗേഴ്സിന് വലിയൊരു എന്താ പറയുക, ഒരു പ്രചോദനം കൂടെയാണ് ഇതുപോലത്തെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാന്ന്. അതിന് നമ്മൾ കാരണക്കാരായി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഗ്രൂപ്പിൻ്റെ പാനലിൽ വന്നു പോയതാണ്. ഫുഡ് ബ്ലോഗിങ് താല്പര്യം ഉണ്ടായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ വന്നു. നമ്മൾ കുറച്ചൊരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഇങ്ങനെ പ്രോഗ്രാം നടന്നു. ഇനി അടുത്ത വരുന്ന തലമുറ അടുത്ത ഇനിഷ്യേറ്റീവ് എടുത്ത് നെക്സ്റ്റ് പ്രോഗ്രാം ഇതിനേക്കാളും സക്സസ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് അമൽ. ഫുഡ് ഹൺഡ്രഡ് TV എന്ന ചാനലിൻ്റെ പേര്. ഇത്രയും മനോഹരമായ പരിപാടി വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു. നന്ദി. ബേസിക്കലി അടുത്ത വർഷം ഇലക്ഷൻ വരാൻ പോകുക 2026. സോ ഗവൺമെൻറ് സൈഡിൽ നിന്നൊരു സപ്പോർട്ട് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ ഒരു സപ്പോർട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ആക്ച്വലി മേ ബി വേണമെങ്കിൽ പറയാം ഗവൺമെൻറ്റിന്, അതായത് അടുത്ത കാൻഡിഡേറ്റ്സിന് വേണമെങ്കിൽ നമ്മളെ ഒരു ടൂളാക്കി വേണമെങ്കിൽ അവർക്ക് എടുക്കാം. ലൈക്ക് ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇനി മൈക്രോ ഇൻഫ്ലുവൻസിങ്ങിൻ്റെ കാലമാണ്. ഫ്യൂച്ചർ അതാണ്. ലൈക്ക് നമ്മളൊരു വ്ളോഗർ മേ ബി 1 മില്യൺ അടിക്കും. നമ്മളൊരു വലിയ ഫുഡ് കമ്മ്യൂണിറ്റിയാണ്. സോ ബേസിക്കലി അവർക്കാണ് നമ്മളെ കൊണ്ട് ബെനിഫിറ്റ് ഉള്ളത്. പിന്നെ ആസ് എ സിറ്റിസൺ ലൈക്ക് എല്ലാവരും നമ്മളൊരു സ്പെഷ്യൽ പ്രിവിലേജ് എടുക്കുന്നില്ല. എല്ലാവർക്കും കിട്ടുന്ന കോമൺ പബ്ലിക്ക് കിട്ടുന്നത് തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. ബട്ട് അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ അവർക്കാണ് നമ്മളെ കൊണ്ട് കൂടുതൽ ബെനിഫിറ്റ്സ്. അല്ല, അതിൻ്റെ ഒരു വേറെ സൈഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പം ജേർണലിസ്റ്റ് ആയ ആൾക്കാർക്ക് പ്രസ് ക്ലബിൽ നിന്ന് മെമ്പർഷിപ്പ് കിട്ടാം. അതുപോലെ ഗവൺമെൻറ് ഒരു സർട്ടിഫൈഡ് മെമ്പർഷിപ്പ് നിങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ്, നിങ്ങൾക്കൊരു ഇതാണ്. എവിടെയും പോകുമ്പോഴേക്ക് നിങ്ങൾ സർട്ടിഫൈഡ് ഒരു ഫുഡ് ബ്ലോഗർ ആണ്. അതൊരു പ്രിവിലേജ് ആണ്. ആക്ച്വലി പുറത്തുള്ള കൺട്രികളിലൊക്കെ അങ്ങനെ ഉണ്ട്. ലൈക്ക് ഈവൻ ഫുഡ് ബ്ലോഗിങ്ങിന് ലൈസൻസ് വരെ വേണം. സോ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം വരുവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒഫീഷ്യലാവും. ലൈക്ക് അതൊരു നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിരിക്കും ഇൻ കേസ് ഒരു ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവരുവാണെങ്കിൽ. ഈ പല സ്ഥലത്ത് പോകുമ്പോഴേക്ക് നിങ്ങൾ ഫുഡാണ് എഡിറ്റ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾ പോകുമ്പോഴേ കണ്ടിട്ടുണ്ടോ നിങ്ങൾ അവിടെ ഫുഡിൻ്റെ കൂടെ പൊളിറ്റിക്സും കൂടെ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് നിങ്ങളെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? ബേസിക്കലി കേരളം എന്ന് പറയുന്നത് ഓവർലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്.
പൊളിറ്റിക്കൽ എഡ്യൂക്കേഷനും പൊളിറ്റിക്കൽ ആസ്പെക്ട്സും ഉള്ള ഒരു സ്റ്റേറ്റാണ്. ഇവിടെ എല്ലാ പേർക്കും, പ്രത്യേകിച്ച് 100% മെയിൽസിനും അവിടെ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും പൊളിറ്റിക്സ് കേരളത്തിൽ എവിടെ ഇരുന്നാലും ചർച്ച ചെയ്യുന്നൊരു സാധനമാണ്. നമ്മൾ ചായക്കട ചർച്ച മാത്രമല്ല, എവിടെ ആണെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ പൊളിറ്റിക്സ് ഒരു വലിയ പാർട്ടാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ലിറ്ററേറ്റ് പീപ്പിൾ ആയതുകൊണ്ട് തന്നെ കൂടുതലും ആളുകൾക്കും അവരുടെ ഉള്ളിലും, പ്രത്യേകിച്ചും ആണുങ്ങൾക്ക് പൊളിറ്റിക്സ് ഉണ്ട്. അവരുടെ ഉള്ളിൽ എല്ലാവർക്കും പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ഭാഗമാണ് ആ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്ട്സിലുള്ള ചർച്ചകൾ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർട്ടിഫിക്കേഷൻസ് കൂടാതെ നിങ്ങൾക്ക് ഒരു ഇപ്പം ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ നേരത്തെ ഒരു പരിപാടി കനക്കുന്നി നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇന്ത്യ പ്രൈം മിനിസ്റ്റർ തന്നെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ അല്ല, ഒരു ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ട്. ഇതേപോലെ ഒരു പരിപാടി ഗവൺമെൻറ് നടത്തണം എന്ന് നിങ്ങൾ ഗവൺമെൻറ്റിനോട് ചോദിക്കുന്നത്? ആക്ച്വലി ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ആണെങ്കിലും ഗവൺമെൻറ്റ്സ് ആണെങ്കിലും ഈ പരിപാടി നടത്തുന്നത് ഇന്നത്തെ കാലത്ത് അവരുടെ പരസ്യം ഏറ്റവും കൂടുതൽ പോകുന്നത് ഇൻഫ്ലുവൻസേഴ്സ് വഴിയാണ്. അതുകൊണ്ടാണ് അവരും ഇതേ കണക്ക് ഇപ്പോൾ കടലിൽ ചാടാനാണെങ്കിലും അല്ലെങ്കിൽ മറ്റേ കുക്കറി ഷോ നടത്താനാണെങ്കിലും ഈ പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും നമ്മളെ ഇൻഫ്ലുവൻസേഴ്സിനെ തിരക്കി വരുന്നത് അതുകൊണ്ടാണ്. പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ഇപ്പോൾ ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും ഇപ്പോൾ കേരളീയം പ്രോഗ്രാമിനൊക്കെ അവർ ഇപ്പോൾ ഈ അടുത്ത് നടന്ന ഓണത്തിൻ്റെ പ്രോഗ്രാമിനൊക്കെ അവർ ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചാൽ യൂത്തിനെ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് അർത്ഥം. യൂത്തിനെ എന്നല്ല, ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ അത് നല്ല രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഇൻഫ്ലുവൻഷൻ ആണല്ലോ, അപ്പോൾ അത് ആളുകളെ എത്രയും പെട്ടെന്ന് ഒരു ഷോർട്ട് നോട്ടീസിൽ ഒരു കാര്യം ആളുകളിലേക്ക് എത്തിക്കാൻ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ ആവശ്യമാണ്. അതൊരു ഗീവ് ആൻഡ് ടേക്ക് പോലെ എന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴെങ്കിലും നിഖിൽ ബ്രോ എവിടെയെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയപ്പം ഒരു ബാഡ് എക്സ്പീരിയൻസ് എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ബാഡ് എക്സ്പീരിയൻസ് ഒരുപാട് സ്ഥലത്തിരുന്ന് നമുക്ക് വീഡിയോ തരാതിരുന്ന ഒരുപാട് കടകളുണ്ട്. പക്ഷെ നമ്മൾ എടുത്തു പറയുന്നത് ശരിയല്ല. എങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ തുടക്ക സമയങ്ങളിലൊക്കെ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് നമുക്ക് പല ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്നാൽ നമ്മളതൊന്നും വഹിക്കില്ല. കാരണം നമുക്ക് കണ്ടന്റ് വേണം. നമ്മൾ വീണ്ടും അവരെ തന്നെ സപ്പോർട്ട് ചെയ്യും. കാരണം അങ്ങനെ ഇല്ല സംഭവങ്ങളുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്, നമുക്ക് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു നമ്മൾ ട്രിവാൻഡ്രം എന്നല്ല, കേരളത്തിലെ പല ഈ ഫുഡ് ഇൻഡസ്ട്രി ഇത്രയും വളരാൻ ഒരു വലിയ മെയിൻ തൂണായത് നമ്മളെപ്പോലത്തെ ഫുഡ് ബ്ലോഗേഴ്സാണ്. കാരണം നമ്മൾ പല ഒരു മുക്കിലും മൂലയിലുള്ള ചെറിയ ചെറിയ കടകൾ പോലും നമ്മൾ പോയി ബ്ലോഗ് ചെയ്തിട്ട് അത് പുറമേയുള്ള പല രീതിയിലുള്ള ആൾക്കാർക്ക് അത് ഞാൻ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം പോലും ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ തീരെ കച്ചവടം ഇല്ലാതെ ഒതുങ്ങി മാറിയിരുന്ന പല കടക്കാരും നമ്മുടെ ഒരു ബ്ലോഗ് കാരണം സെയിലുണ്ടായിട്ട് രക്ഷപ്പെട്ടവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ അവർ നമ്മളെ ഇങ്ങോട്ട് ആശ്രയിക്കുന്നുണ്ട്. എനിക്ക് ഇതായി മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്, നമ്മളെ കുറ്റം പറയുന്ന കുറേ ടീമുകളുണ്ടാവും. അവർ വരുന്നു, ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫേസ്ബുക്കും യൂട്യൂബിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്യാൻ പെടുന്നത്. അതിനകത്ത് എന്തോരം മോശം കമൻറ്റുകളെന്ന് പറയാം നമുക്കെതിരെ വരുന്നത്. പക്ഷേ അവർ തിരിച്ച് ഓപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു കടക്കാരനോട് പോയി അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ നിൽക്കില്ല. കാരണം നമ്മൾ കാരണം രക്ഷപ്പെട്ട ഒരുപാട് ഷോപ്പുകാരുണ്ട്. അത് നമ്മളൊരു പ്രിവിലേജായിട്ട് പറയുന്നതിന് മാത്രമല്ല, അത് ഫാക്റ്റാണ്. നമ്മൾ ഒരു ചില സാഹചര്യങ്ങളിൽ ലൈക്ക് ആ കട നന്നായിട്ട് പോകാൻ പറ്റാതെ വന്ന് പൂട്ടിപ്പോകുന്ന സമയത്തായിരിക്കും നിങ്ങൾ ചെല്ലുന്നത്. അപ്പം അത് കുറച്ചും കൂടെ ഒന്ന് റിവൈവ് ചെയ്തു. ഇത്രയും ഫുഡ് സ്പോട്ട് ട്രിവാൻഡ്രത്ത് തന്നെ ഇത്രയും ഫുഡ് സ്പോട്ടുകളുണ്ട്, ഇത്രയും ഫുഡ് വെറൈറ്റീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് നമ്മളെപ്പോലുള്ള കുറേ ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ വീഡിയോസ് വഴി തന്നെയാണ്. ഏതെങ്കിലും പ്രാവശ്യം വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ആ വീഡിയോയ്ക്കകത്ത് ഏതെങ്കിലും സെലിബ്രിറ്റി കമന്റ് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇഷ്ടംപോലെ, അതൊക്കെ നമ്മൾ സ്വാഭാവികമാണല്ലോ, ചെയ്തിട്ടുണ്ട്. നമ്മളെ പല വീഡിയോസിനകത്തും പല സെലിബ്രിറ്റീസും കമന്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ വീഡിയോസ് പോയി കണ്ടതിന് ശേഷം പോയി ഫുഡ് കഴിച്ച എക്സ്പീരിയൻസ് പറഞ്ഞവരാണ്. ഒരു ഓണസദ്യ ഗവൺമെന്റ് വെക്കുവാണെങ്കിൽ, അടുത്ത വർഷത്തേക്ക് വെക്കുവാണെങ്കിൽ, നിങ്ങൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏത് പൊളിറ്റീഷ്യൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാനായിരിക്കും ആഗ്രഹപ്പെടുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ല, മുഖ്യമന്ത്രിയോട് ഭക്ഷണത്തിൽ പൊളിറ്റിക്സ് കലർത്താതിരിക്കുക, അത്രേ ഉള്ളൂ. ഭക്ഷണം വേറെ, അതൊരു വികാരമാണ്, അതൊരു വിശപ്പാണ്. പട്ടിണി നടന്നവർക്ക് മനസ്സിലാവും വിശപ്പിന്റെ ഒരു പ്രാധാന്യം എന്താണ്. ഞാൻ ഭക്ഷണവും പൊളിറ്റിക്സ് നിങ്ങൾ ഒരിക്കലും കൂട്ടി കലർത്തണ്ട, അത് അതിന്റെ രീതിയിൽ പോട്ടെ എന്നുള്ളത് തന്നെയാണ്. ഫുഡ് അവിടെ തൊട്ട് ഇപ്പം ട്രിവാൻഡ്രത്ത് മൊത്തവും നിങ്ങൾ നടന്ന് ഫുഡ് ചെയ്യാറുണ്ട്. ഞാൻ പല വീഡിയോയും കണ്ടിട്ടുണ്ട്. ചില പാവങ്ങളിലെ ഏരിയാസിൽ പോയി അവരുടെ ഫുഡ് കണ്ട് അവർക്കൊരു അപ്ലിഫ്റ്റ്മെൻറ്റ്, നമ്മളെപ്പോഴും ഒരു സമൂഹത്തിലൊരു അപ്ലിഫ്റ്റ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു നല്ലൊരു മെമ്മറീസ് ജനങ്ങളോട് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള ഒരു മെമ്മറി പറയാം. ഞങ്ങളിപ്പോൾ ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്. ആ കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് സാധ്യമല്ല, കാരണം അത് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലായി. പക്ഷെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു മക്കൾക്ക് കയറി കിടക്കാൻ ഒരു വീട് വേണം, ചെറിയ കുട്ടികളാണ്. അപ്പോൾ എനിക്കൊരു വീട് വെച്ച് കൊടുക്കാനുള്ള ആസ്തിയൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു 24 hours 10 lakh അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി. അതിനുശേഷം പഞ്ചായത്തുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ലൈഫ് പദ്ധതിയിൽ അതിൻ്റെ പൈസയും കൂടെ, ആ കുറച്ച് പൈസയും കൂടെ ചേർത്ത് ഞങ്ങൾ ആദ്യം സ്ഥലം വാങ്ങി, അതിനുശേഷം വീട് വെച്ചു. December 7 വീടിൻ്റെ പാലുകാച്ചാണ്. അപ്പോൾ അത് വലിയ ആശംസകൾ നേരുന്നു. ഈ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വരെ നിങ്ങൾ ട്രാവൽ ചെയ്ത് നടക്കുമ്പോഴേക്ക്
ഗവൺമെൻറ് സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു സപ്പോർട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ലൈക്ക് അടുത്ത ഗവൺമെൻറ് ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്, അതല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഗവൺമെൻറ് ആയിരിക്കാം. പക്ഷേ ഫുഡ് ബ്ലോഗേഴ്സിന് ചില സ്ഥലത്ത്, ചില സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ ചില കൺട്രിയിൽ അവർക്ക് സർട്ടിഫൈഡ് ഫുഡ് ബ്ലോഗേഴ്സ് എന്നുള്ള ഒരു അംഗീകാരമുണ്ട്. ചിലയിടത്ത് അവർക്ക് അതിൻ്റെതായ ഒരു പെർമിഷൻസ് ഉണ്ട് എല്ലായിടത്തും പോകാൻ. ചിലയിടത്ത് ഇപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ഒരു വിവാദം പറയുകയാണെങ്കിൽ ജേർണലിസ്റ്റ് മാത്രമേ ഉള്ളൂ ഒരു ഫുഡ് ബ്ലോഗ് അല്ലെങ്കിൽ ഒരു ഇതായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഷൂട്ടിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ഫർദർ ഫ്യൂച്ചറിലുള്ള ഒരു ബിഗ് ചേഞ്ച് ഗവൺമെൻറ് സൈഡിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അത് വാക്കാലല്ല ഒരു പ്രവൃത്തിയാൽ ഒരു ആക്ഷനായിട്ട് ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? അത് ഉറപ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഞങ്ങളിൽ പലരും കുറച്ച് സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്, ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള എനിക്ക് ഒരു തരത്തിലുള്ള ഗവൺമെന്റ് അതോറിറ്റികളിലൊന്നും നമ്മൾ സമീപിച്ചിട്ടില്ല, ഒരു പക്ഷെ കിട്ടുമായിരിക്കാം, അറിയില്ല. അപ്പം അങ്ങനെ ഒരു സംവിധാനം വരുവാണെങ്കിൽ പലരും ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് മാത്രമേ റവന്യൂ ഉള്ളൂ, ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടുന്നതുകൊണ്ട് ആർക്കും ₹1 പോലും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലെ പൈസ മുടക്കിയിട്ടായിരിക്കും അവിടെ എത്തുന്നത്. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ പുറത്തു നിന്ന് ക്യാമറ എഡിറ്റിംഗ് ഒക്കെ ചെയ്യിപ്പിക്കുന്ന, അവരുടെ പേയ്മെന്റ് കൊടുക്കണം, ട്രാവൽ എക്സ്പെൻസ് വരുന്നുണ്ട്, പിന്നെ ഫുഡ് കഴിക്കുന്നതിന് പേയ്മെന്റ് കൊടുത്തിട്ടേ ഫുഡ് കഴിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി നമുക്ക് നല്ല എക്സ്പെൻസ് വരുന്നുണ്ട്. ഇതൊരു തരത്തിലൊരു സോഷ്യൽ പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ അതും കൂടെ പരിഗണിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സപ്പോർട്ട് നമുക്കല്ലെങ്കിൽ പോലും ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ജനങ്ങൾക്കെങ്കിലും, അതായത് അവർക്ക് അർഹതപ്പെട്ടവരാണ്, അവർക്കെങ്കിലും ഒരു വീടില്ലാത്ത ആൾക്ക് ഒരു വീടോ അല്ലെങ്കിൽ ഒരു കടമുറി നിർമ്മിക്കാനുള്ള ചെറിയ ലോണോ എന്തെങ്കിലും കൊടുക്കാമെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും. എപ്പോഴും ഈ ജനങ്ങൾക്കുള്ള ഒരു കൺഫ്യൂഷനാണ് എന്ന് പറഞ്ഞാൽ, ഫുഡ് ബ്ലോഗേഴ്സ് പോയി ഫുഡ് കഴിക്കുന്നു, ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കുന്നു, അവർ ഒരു സ്ഥലത്ത് പോകുന്നു, ഹോട്ടൽ ഓണേഴ്സ് ഫുഡ് കൊടുക്കുന്നു, അവർ ക്രിറ്റിസിസം പറയത്തില്ല, അവരെപ്പോഴും പോസിറ്റീവേ പറയത്തുള്ളൂ, ബിക്കോസ് അവർക്ക് അവിടെ നിന്ന് ഫുഡ് കിട്ടണം, ഫ്രീ ആയിട്ട് പൈസ കിട്ടണം. പക്ഷെ എന്താണ് ആക്ച്വൽ സ്റ്റോറി എന്താണ്? നമ്മൾ പോയി വീഡിയോ ഷൂട്ട് ചെയ്ത് ഫുഡ് ഇല്ലെന്നുണ്ടെങ്കിൽ, അതായത് വായിൽ വയ്ക്കാൻ കൊള്ളത്തില്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരിക്കലും ആ ഫുഡിനെ പ്രൊമോട്ട് ചെയ്യില്ല, മനസ്സിലായി? അപ്പം എല്ലാ സ്ഥലത്തും ഇപ്പം നമുക്ക് ആളെ കൊല്ലാൻ വേണ്ടി നമ്മൾ പൈസ വാങ്ങി ചെയ്യണ പരിപാടി നമ്മൾ ചെയ്യത്തില്ല, നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യത്തില്ല. ആ ഫുഡ് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. മീൻസ് അവിടെ പൈസയ്ക്ക് പറഞ്ഞില്ല വന്നത്, അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവരുടെ കാര്യം പറയും, മനസ്സിലായി? അവർ നേരെ ആക്കിയിട്ട് മാത്രം വീഡിയോ ചെയ്യാന്നുള്ള രീതിയിൽ പറയാം, മനസ്സിലായി? അപ്പം ചില ധാരണകളാണ് അങ്ങനെ. നമ്മൾ തെറ്റായ ഒരു ധാരണയാണ്. ഫുഡ് കൊള്ളത്തില്ലെങ്കിലും അത് വെളി പറയാം. ഒരിക്കലും ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി നമ്മൾ നോക്കാറില്ല. വ്ളോഗേഴ്സിൻ്റെ ആ ഒരു പാറ്റേൺ അത് ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ പോകുന്നുണ്ട്. അതായത് ഫ്രീ ഫുഡ് ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യാം, അങ്ങനെയുള്ള രീതിയിൽ ഒരുപാട് പേര് അങ്ങനെ ചെയ്യണം. അത് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്, ചെയ്യണ ആൾക്കാരും ഉണ്ട്. ഈ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു മീഡിയനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പ്രസൻസ് വരുന്ന ഫുഡ് ബ്ലോഗേഴ്സാണ് ആക്ച്വലി. അപ്പം അടുത്ത ഇലക്ഷന് വരുമ്പോഴേക്ക് ഞങ്ങളുടെ ഇൻഫ്ലുവൻസിങ് കുറച്ചൊരു ഫാക്ടർ ആണ് എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്? ഇതിൽ കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീസെൻ്റ് ആയിട്ട് ഞാൻ ഒരു സംഭവം എൻ്റെ നാട്ടിൽ ഒരു പദ്ധതി രീതിയിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇടിഞ്ഞു പൊളിഞ്ഞു 5 മാസം രീതിയിൽ. അപ്പം അവിടെ ജനൻ TV അങ്ങനെ ഓരോ ന്യൂസ് ചാനൽ വന്നിട്ടുണ്ടായിരുന്നു, റിപ്പോർട്ടർ TV. അപ്പം അവിടെ അവർ ലോങ് വീഡിയോ ഇട്ടിട്ട് പോലും ഒരു 800-1000 വ്യൂസേ ഉള്ളൂ. പക്ഷെ ഒരു വ്ളോഗർ ഒരു വീഡിയോ പുഷ് ചെയ്തിടുമ്പം അത് ഏതൊക്കെ തലത്തിൽ പോകുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അത് കാരണം നമുക്ക് കോളിൽ വരാറുണ്ട്, മനസ്സിലായി? ഇപ്പോൾ ഒരു വ്ളോഗർ ചെയ്യുമ്പോഴാണ് അങ്ങനെ. ഇതൊരു 10 വ്ളോഗറിനോട് കൂട്ടായ്മയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഫുള്ള് ഇത് വേറെ ലെവലിലോട്ട് പോകും. അപ്പം അങ്ങനത്തെ ഒരു ലെവലാണ് വ്ളോഗറിൻ്റെ ഒരു പവർ. ഇതൊരു വെപ്പണാണ്, മനസ്സിലായത്? എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി കണ്ടിട്ട് വിളിക്കുകയോ, അല്ലെങ്കിൽ ആ സെലിബ്രിറ്റിയുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ ആഗ്രഹമുണ്ട്, ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ പേരുണ്ട്? ഒരുപാട് പേര്. എനിക്കിപ്പോൾ നമ്മുടെ ബിഗ് ബോസിലുണ്ടായിരുന്ന റസ്മിൻ അങ്ങനെ സീരിയൽ, സിനിമ, സിത്താര, കൃഷ്ണകുമാർ, ഒരുപാട് പേര്. അത് വെങ്കി എപ്പോഴും എന്നെ പറ്റി ഇന്റർവ്യൂവിൽ വരെ വെങ്കി പറയും. കാരണം വെങ്കിയുടെ ഷോപ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഭയങ്കര വൈറലായി എന്ന് പറഞ്ഞിട്ട് സുഡ ഇഡലി. അപ്പോൾ അങ്ങനെ പേഴ്സണൽ ബന്ധമുള്ള ഒരുപാട്. ഞാൻ വീഡിയോ ഇട്ട സ്ഥലത്ത് അനുശ്രീ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കും. അനുശ്രീയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പുള്ളിക്കാരി എനിക്ക് പേഴ്സണലി മിനിങ്ങാന്ന് മെസ്സേജ് അയച്ചു, ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് വലിയ സന്തോഷം. ഇവരൊക്കെ നമ്മളെ ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് എൻ്റെ കണ്ടന്റ് കൂടുതലും പെയ്ഡ് പ്രൊമോഷൻസ് അല്ല, ഞാൻ അല്ലാതെ ചെയ്യുന്നതാണ് എൻ്റെ കണ്ടന്റ് കൂടുതലും. യൂട്യൂബിൽ ഒരൊറ്റ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാത്ത ഒരു ചാനൽ ഒരു പക്ഷേ ഇപ്പം വേറെ ആരും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. യൂട്യൂബേഴ്സിൽ നിൽക്കുന്നത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും ചെയ്യില്ല. ഈ സാധാരണ കടകൾ ഇൻസ്റ്റഗ്രാം. അപ്പം നമ്മുടെ ഒരു കണ്ടന്റ് പെയ്ഡ് ആയിട്ടുള്ളതല്ല ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഏറ്റവും റീസെന്റ് കൊല്ലത്തൊരു സ്ഥലത്ത് പോയപ്പോൾ ഭയങ്കര പഴകിയ മീനായിരുന്നു. അവരിങ്ങോട്ട് ചോദിച്ചതാ, ഒന്ന് ഹെൽപ്പ് ചെയ്യും, ഒരു വീഡിയോ എടുത്ത് തരും. അപ്പോൾ എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് ഒരു വിശ്വാസ്യതയുണ്ട്, അത് കളയാൻ പാടില്ല. അവരെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും ഫുഡിൻ്റെ പൈസ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ട് പോകുന്നു, ഫുഡ് ഭയങ്കര മോശം ഫുഡാണ്, മീൻ ഭയങ്കര പഴകിയ മീനാണ്, അതുകൊണ്ട് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോരുക. ചിലവർ പറയും നിങ്ങൾ എല്ലായിടത്തും പോയിട്ട് നിങ്ങൾ എല്ലായിടത്തും പോയിട്ട് കൊള്ളാമെന്ന് പറയുന്നതല്ല, കൊള്ളാവുന്നത് മാത്രം
ആളുകളിലേക്ക് എത്തിക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ നല്ല റീച്ച് കിട്ടും ഇതിന്റെ നെഗറ്റീവ് റിവ്യൂ ഇട്ടാൽ, പക്ഷെ ഞാനത് ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഒരാളെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അവരോട് പറയാം, നിങ്ങളിത് തിരുത്തൂ, നന്നായിട്ട് പോകുമെന്ന് പറയാം. മറ്റൊന്ന് ഈ പേയ്മെന്റിന്റെ കാര്യമാണ്. അപ്പോൾ നമ്മൾ GPay ആണ് ചെയ്യാം. ഞാനിപ്പോൾ ഫേസ്ബുക്കിലാണ് കൂടുതൽ ആക്രമണം നടക്കുക, നീ ഓസിന് കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എല്ലാ പോസ്റ്റ് ചെയ്യുമ്പോഴും പോസ്റ്റിന്റെ അടിയിൽ പിന്നെ ഗൂഗിൾ പേ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. എൻ്റെ ഗതികേടാണ്. കാരണം സാധാരണ മനുഷ്യർ കണ്ടന്റ് അവിടെ ഫുഡ് കൊള്ളാമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന അവിടെ പൈസ കൊടുത്തായിരിക്കും. അവിടെ ഫുഡ് കൊള്ളാം, ഓൾറെഡി ഫുഡ് കൊള്ളാം, മനസ്സിലായി. അതിന് നമ്മൾ ജസ്റ്റ് നമ്മളൊരു കണ്ടന്റ് വേണ്ടി പ്രൊമോട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അങ്ങനെ വരെ നമ്മൾ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്യാണ്. കാരണം ഇതറിയാത്ത കുറെ ജനങ്ങളുണ്ട്. ഇവരുടെ വിചാരം നമ്മൾ ഇപ്പൊ ഇവരെ ആലോചിച്ചാൽ മതി, ഞാനൊരു ക്യാമറമാനെ വെച്ച് ഒരു എഡിറ്റിംഗ് ടീമിനെ വെച്ച് എഡിറ്റ് ചെയ്ത് ഈ എറണാകുളം കോഴിക്കോടൊക്കെ ട്രാവൽ ചെയ്ത് വീഡിയോ എടുക്കാൻ പോകാൻ പൈസ ഉള്ള എനിക്ക് 30 രൂപ 50 രൂപ ഫുഡ് കഴിക്കാൻ ഇല്ലേ? അതൊരു കോമൺ സെൻസിൽ ചിന്തിച്ചാൽ മതി. ഞാൻ കാണിക്കുന്നതല്ല 60 രൂപയുടെ ഭക്ഷണം, ഏറ്റവും കൂടിയ 100 രൂപയുടെ ഭക്ഷണം. ആ 100 രൂപയുടെ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഇത്രയും പേരെയും കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരെ പോവോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. പക്ഷെ കോമൺ സെൻസ് ഇല്ല. ആളുകൾ നമ്മൾ നല്ലത് ചെയ്യില്ല, നല്ലത് ചെയ്യണം കണ്ടാൽ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ. നമ്മൾ നന്നാവുമ്പോഴേക്ക് അസൂയ കൂടുന്ന നമ്മൾ നന്നാവലൊന്നല്ല, അവർക്ക് വേറെ നമ്മളൊന്നും ചെയ്തുകൂടാ. മറ്റൊരാൾ രക്ഷപ്പെടുമ്പോൾ വീഡിയോ ഇട്ട് നല്ല റീച്ച് ചെയ്ത് 4 മില്യൺ 5 മില്യൺ ഒക്കെ പോയ ഒരു വീഡിയോ ആ തട്ടുകട തന്നെ കുറച്ച് സാമൂഹ്യ വിരുദ്ധർ പൊളിച്ചളഞ്ഞു. ഞാൻ വീണ്ടും പോയി വേറെ വീഡിയോ ഇട്ടു, അവർക്ക് തട്ടുകട സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ വീണ്ടും നല്ല വിളിച്ചിട്ട് പറഞ്ഞു വീണ്ടും അവർ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവിടെ ആൾ കയറാൻ പാടില്ല എന്നുള്ളത്. ഇത് കഴിക്കാൻ പോയപ്പം നിങ്ങൾക്ക് ബാഡ് എക്സ്പീരിയൻസ് വല്ലതും വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഹോട്ടലിൻ്റെ സൈഡിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഇരുന്ന റെസ്റ്റോറൻറ്റ്സ് ആൾക്കാർ വേറെ ജനങ്ങളായിരിക്കാം, വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ആ ജനങ്ങളുടെ ആൾക്കാരായിരിക്കാം. എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്കും ഒരു തവണ നമ്മൾ വലിയൊരു ബ്രാൻഡാണ്, പേര് പറയണോ? വേണ്ട, പേര് പറയണ്ട. കെ വെച്ച് തുടങ്ങുന്ന 3 അക്ഷരമുള്ള ഒരു ബ്രാൻഡാണ്. അത് എൻ്റെ നാട്ടിലെ ബ്രാഞ്ചിലാണ് പോയത്. അവിടെ പോയപ്പോഴത്തേക്കും ഹൈജീനല്ല, ഫുഡും ഒന്നും അവർ പ്രോപ്പറല്ല. അവിടുത്തെ കഴിക്കാൻ പോയപ്പോഴത്തേക്കും വെൽക്കമിങ് ആയിരുന്നാലും മോശമായിരുന്നു. വാഷ്റൂം ഏരിയ എല്ലാം ഭയങ്കര അട്ടർ ഫ്ലോപ്പായിരുന്നു. അത് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, പോയിട്ടില്ല. അത് ഭയങ്കര ബാഡായിട്ട് തോന്നി. കാരണം അത്രയും വലിയൊരു ബ്രാൻഡ്, ഇവിടെ തട്ടുകളുള്ളവരും അടിപൊളിയായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ബ്രാൻഡ് ഇങ്ങനെ ഇത്രയും അൺഹൈജീനായിട്ട് കിടക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു ബാഡ് ഫീൽ തോന്നിയായിരുന്നു. കാരണം ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ സാധനം മേടിച്ചിട്ട് അതിനോടൊരു ഫെസിലിറ്റി ചെയ്തു തരുന്നില്ല കൊണ്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്യില്ല. ബേസിക്കലി ഞാൻ ഫുഡി അല്ലായിരുന്നു. മമ്മി എബ്രോഡ് പോയപ്പോൾ അച്ഛന് കുക്ക് ചെയ്യാൻ അങ്ങനെ അച്ഛന് കുക്ക് ചെയ്യാൻ അറിയാം. ബട്ട് അച്ഛന് ഞങ്ങളെ സ്കൂളിൽ വിടാനും തിരിച്ചുകൊണ്ട് വിടാനും സമയത്ത് അച്ഛന് കുക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് ഭക്ഷണം തരാനൊന്നുമില്ല. ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം ആ ഒരു സമയത്ത് ഫുഡ് എങ്ങനെ ഉണ്ടാക്കുന്ന അച്ഛന് പാനിക് ആയപ്പോൾ അച്ഛൻ ഞങ്ങളെ ഹോട്ടൽസ് കൊണ്ടുപോയി. അതിൻ്റെ ആദ്യത്തെ എന്നെ കൊണ്ടുപോയ എനിക്കൊരു നല്ല ഊണും കപ്പയും മീൻകറിയും മീൻ വറുത്തതും കിട്ടിക്കൊണ്ടിരുന്നത് കൈതമുക്കിൽ ദേവി എന്നൊരു ഹോട്ടലാണ്. ഇന്നും ഞാൻ തുടർച്ച പോകുന്നുണ്ട്. 2ാം ക്ലാസ് തൊട്ട് തുടങ്ങിയതാണ്. ഇന്നും ഞാൻ പോകുന്നുണ്ട്. ആ മീൻ വറുത്തതും ആ ചോറും ആ സാമ്പാറും കഴിക്കാൻ ഞാൻ ഇന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പോയിട്ടുള്ള ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. പക്ഷെ അത് ഇന്ന് ഞാൻ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ എനിക്ക് അവിടെ നിന്ന് ആ പഴയ ടേസ്റ്റോ ഒന്നും കിട്ടത്തില്ല. ബട്ട് ഒരു ഹോട്ടലാണെങ്കിൽ അത് ശശിയണ്ണ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ദേവി ഹോട്ടൽ ശശിയണ്ണൻ്റെ ചൂര വറുത്തതും സാമ്പാറും ചോറും ഭയങ്കര ഫുഡാണ്. ഈ ചാനലിൻ്റെ പേരെന്തായിരുന്നു? മിസ്റ്റർ ട്രാവൻകൂർ വ്ളോഗ്സ്. മിസ്റ്റർ ട്രാവൻകൂർ വ്ളോഗ്സ്. അപ്പം ഈ നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഫാദർ കാരണമാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങിയത്, ഫുഡ് ബ്ലോഗിങ് ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയത്. ഇപ്പം അത് ഓർത്ത് പഴയ ഒരു മെമ്മറീസ് ഓർക്കുമ്പോഴേക്ക് ഫാദറിനോട് നന്ദി പറയാൻ തോന്നുന്നുണ്ടോ? ഞങ്ങൾ തരുന്ന പോക്കറ്റ് മണീനല്ല നീ വലിയ ആളാകേണ്ടത്. മറ്റുള്ളവരെന്തോ ആയിരിക്കട്ടെ, ബട്ട് നീ ഒരു പ്രൊഫഷൻ നീ സേഫ് ആക്കണം. കാരണം ഫുഡ് ബ്ലോഗിങ് നിനക്ക് ക്രിയേറ്റീവ്, നിനക്കൊരു നല്ല സ്റ്റേജ് ഒരുക്കി തന്നു. പക്ഷെ അതിൽ നീ ആ സ്റ്റേജിൽ നീ ഒന്ന് ആക്ട് ചെയ്യണമെങ്കിൽ അവിടെ ചിലപ്പോൾ നീ ഫ്ലോപ്പ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നീ സൂപ്പർ സ്റ്റാർ ആവാം. പക്ഷെ നിനക്കൊരു പ്രൊഫഷൻ ഉണ്ടെങ്കിൽ നിനക്ക് അതിനെ ബാധിക്കത്തില്ല. അവിടെ നീ ഫ്ലോപ്പ് ആവണമെങ്കിൽ നിനക്ക് പ്രൊഫഷൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഇതിനി പാഷനായിട്ട് എടുക്കും. പ്രൊഫഷണൽ എടുത്താൽ ഒരിക്കലും ചിലവർ പ്രൊഫഷണൽ എടുത്ത് സൂപ്പർ ഹിറ്റ് അടിച്ചവരുണ്ട് നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ. ബട്ട് എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുമ്പോൾ ഒരു ചാഞ്ച് ആടും, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ച് ആടും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു എക്സാമിനേറിയനായിരുന്നു. അവിടെ ഒരു 3 വർഷം പഠിച്ചു കഴിഞ്ഞിട്ടോ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ സ്വയമേ ഇറങ്ങി വന്ന് ഞാൻ ഡിഗ്രി ചെയ്തു, അത് പാസ് ഔട്ടായി. ഇപ്പോൾ നഴ്സിംഗ് പഠിക്കുന്നു. അപ്പോൾ ഈ നഴ്സിംഗിൻ്റെ പ്രൊഫഷനായിരിക്കും ചിലപ്പോൾ എന്നെ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കുന്നത്. ആ പ്രൊഫഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ എൻ്റെ പാരൻസിന് പൈസ വരാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർക്കും ഞാൻ ഹെൽപ്പ് ചെയ്യണം, എൻ്റെ പാഷനും മുന്നോട്ട് പോകും. ഈ ഇപ്പോൾ പറഞ്ഞൊരു വലിയ മെസ്സേജാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫുഡ് ബ്ലോഗിങ് ആയിക്കോട്ടെ, എന്ത് പാഷൻ ആയിക്കോട്ടെ,
അതിൻ്റെ കൂടെ ഒരു ജോലിയും കൂടെ വേണം. ജോലി പ്ലസ് ഫുഡ് ബ്ലോഗിങ് അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ ഉണ്ടായത്. പക്ഷെ പല ആൾക്കാരും ഒരു സർട്ടൻ ലെവൽ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കാണ് അവർ ഇത് കംപ്ലീറ്റ്ലി ഇറങ്ങുന്നത്. പക്ഷെ അവരുടെ വരി വേറെ ആയിരിക്കും, ഓരോരുത്തരുടെ റോഡ് സ്റ്റെപ്സ് ഇസ് ഡിഫറെൻറ്റ്. അപ്പം അത് വെച്ചിട്ട് പുതിയതായിട്ട് ഫുഡ് ബ്ലോഗിങ്ങിന് ഇറങ്ങുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ഇപ്പം ഫുഡ് ബ്ലോഗേഴ്സ് ഇപ്പം പുതിയതായിട്ട് വരുന്ന ഇപ്പം എന്നെ പോലെയുള്ളവർ ഞാൻ പുതിയ വ്ളോഗേഴ്സിനെ കാണുന്നുണ്ട്. ഇപ്പം ഞാൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ഒരു ആവറേജ് ടൈം, പീക്ക് ടൈം ഒന്നുമല്ല, ഒരു ആവറേജ് ടൈമാണ്. പക്ഷേ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ ട്രിവാൻഡ്രം ആകട്ടെ, കേരള ആകട്ടെ, ഈവൻ ഇന്ത്യ ആകട്ടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് ഇന്നോവേറ്റീവ് ആയിട്ടുണ്ട്, ഇൻവെൻഷനും കൂടി ഇന്നോവേറ്റീവ് ആയിട്ടാണ്. പണ്ട് ഈ പുളിസാർ സോഡയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ പുളിസാർ സോഡയിൽ ആ സാധനം ഇടുന്നു കുടിക്കുന്നു, അപ്പോൾ അതൊരു ഇന്നോവേറ്റീവാണ്. അപ്പോൾ നമ്മളൊക്കെ ആ ഒരു സമയം ഇതൊക്കെ അടിപൊളിയാണല്ലോ, അപ്പോൾ അന്നൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അന്ന് എടുക്കുന്ന വീഡിയോയും ഇന്ന് കരിക്കൻ ഷേക്കിൻ്റെ പല വിഭവങ്ങളും ഞാൻ കാണുന്നു. കരിപ്പട്ടി, കരിക്കൻ ആവക്കാടോ ഉണ്ട്, എങ്കിലും അതിലൊരു ഫ്യൂഷൻ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ് ഇത്. അപ്പോൾ ഇന്ന് ഒരുപാട് ഇപ്പം ഞാനിപ്പോൾ ഒരു ബ്ലോഗർ ബോയിൽഡ് ബനാനാസ് അവരെന്ന് പറയുമ്പോൾ അവർക്ക് 790 ഫോളോവേഴ്സേ ഉള്ളൂ. ബട്ട് ഞാൻ ചോദിച്ചു 790 ഉള്ളൂ. ബട്ട് അവിടെ റീച്ച് കണ്ടപ്പോഴാണ് മനസ്സിലായത് ആൾക്കാർ ഫോളോവേഴ്സ് ഇല്ലെങ്കിലും ആൾക്കാർ വ്യൂസ് ഉണ്ട്, ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1000 വ്യൂസ് കിട്ടിയാലും മതി, നമുക്ക് 1000 വ്യൂസ് കിട്ടിയാലും മതി. ഒരു പുതിയൊരു ബ്ലോഗറിന് 1000 വ്യൂസ് കിട്ടിയാലും മതി, അയാൾ ട്രെൻഡ് സെറ്റർ. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഫുഡ് ബ്ലോഗേഴ്സ് ഒരു ഇൻഫ്ലുവൻസറായിട്ട് എപ്പോഴെങ്കിലും ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ? അതായത് എൻ്റെ അച്ഛൻ ആദ്യമായിട്ടാണ് എന്നെ മുകേഷ് അണ്ണനെ കാണിച്ചത്. മുകേഷ് അണ്ണൻ, മനുഷ്യൻ. ബട്ട് മുകേഷ് അണ്ണനാകട്ടെ, അൽഫുട്ടി സൂരജ്, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. വന്നിട്ടില്ല, അവിടെ ആബ്സെൻസ് അവിടെ ആബ്സെൻസ് ആയിപ്പോയി. ബട്ട് ഇവിടെ കുറച്ച് പേര് ഉണ്ട്. അതെനിക്കിപ്പം എല്ലാവരെയും ഒരു ഇൻഡിവിജ്വലായിട്ട് പറയാൻ പറ്റില്ല. എന്നെ മോസ്റ്റ് ഓഫ് ഓൾ എന്നെ ഈ എഡിറ്റിങ്ങിലോട്ട് കൊണ്ടുവന്നത് നമ്മുടെ ജിയോ ചേട്ടനാണ്. ഫുഡ് തെറാപ്പി പുള്ളിക്കാരൻ്റെ എഡിറ്റിങ്ങും ആ ഒരു പ്രസൻറ്റേഷൻ അടിപൊളിയാണ്. ബട്ട് നമ്മൾ കുറച്ചും കൂടെ ഹാർഷ് അല്ല, നമ്മൾ ഈ ട്രിവാൻഡ്രം സ്റ്റൈലിലോട്ട് വന്നു കഴിഞ്ഞാൽ ചിലവർക്ക് ഇഷ്ടപ്പെടാൻ, ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താണോ, ഫ്രം ദ ഹാർട്ട് നമ്മൾ എന്താണോ നമ്മുടെ വായിൽ കൂടെ വരുന്നത് അത് നമ്മൾ പറയുക. അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുക, റിയൽ ആയിട്ട് പറയുക. നമ്മളിപ്പോൾ ഒരു ഫോളോവേഴ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ കുറച്ച് ടാക്സിന് വേണ്ടിയോ ലൈക്കിന് വേണ്ടിയോ ഷെയറിന് വേണ്ടിയോ അല്ല. ഇന്ന് ഞാൻ വന്ന് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചാൽ നാളെ വന്നിട്ട് എന്നെ കുറ്റം പറയുക. അപ്പോൾ ഞാൻ പറയുന്നത് അത് നല്ലതാകട്ടെ ചെയ്തതാകട്ടെ പറയുക, ആൾക്കാരോട് പറയുക. കാരണം യൂണിവേഴ്സൽ ഫ്ലോയാണ്. ആൾക്കാർ നല്ലതും എടുക്കാം, ചീത്തതും എടുക്കാം. പക്ഷെ നമ്മൾ നല്ലതെടുത്തു കഴിഞ്ഞാൽ നല്ല ആൾക്കാർക്ക് ഇനിയും നല്ലൊരു ഭാവി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. നമ്മൾ ചീത്തത എടുത്ത് ആൾക്കാർക്ക് ഇന്ന് ഇവിടെ ഫുഡാണ്, എനിക്ക് പ്രൊമോഷൻ കിട്ടി, ഞാൻ 10,000 രൂപയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ ചെയ്തു, എന്നിട്ട് ഞാൻ കഴിച്ചത് തന്നെ എനിക്ക് കഴിക്കാൻ പറ്റാത്തൊരു ഫുഡാണ്, എന്നിട്ടും ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന പറയുമ്പോൾ ഞാൻ ഒരാളെ കൊല്ലുന്നതിന് തുല്യമാണ്, ഞാൻ ഒരാളെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. നല്ലത് കൊടുത്താൽ അവർക്ക് നല്ലൊരു നാളേക്ക് വേണ്ടി അവരുടെ കൂട്ടുകാർക്ക് അങ്ങനെ ഒരു ചെയിനാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു വ്യൂ അത് 10 പേർക്ക് പറയും, 10 പേര് മോർ പബ്ലിസിറ്റി പോകും, 10 പേര് 100 പേരാവും. നമ്മൾ പറയുമല്ലോ, നിൻ്റെ നാട് നന്നായ നിൻ്റെ രാജ്യം നന്നാവും, നിൻ്റെ രാജ്യം നന്നായി ഈ ലോകം തന്നെ നന്നാവും. അപ്പോൾ നമ്മൾ ഇടുന്ന ബ്ലോഗ്, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24/7 ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നല്ലതേ പറയാവുള്ളൂ, നല്ലതേ പ്രവർത്തിക്കാവുള്ളൂ. ദൈവം നമ്മുടെ കൂടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഹായ്, എൻ്റെ പേര് അനന്തു. വി ആർ കമ്മിങ് ഫ്രോം സൗത്ത് സൈഡ് ട്രിവാൻഡ്രം. ഈ സൗത്തിഫൈക്ക് 2 ചാനലുണ്ടല്ലോ, സൗത്തിഫൈക്ക് ട്രിവാൻഡ്രം, സൗത്തിഫൈ കൊല്ലം. ഇതിന്റെ ഈ എസ്റ്റാബ്ലിഷ്മെന്റ് എങ്ങനെയാണ്? ആദ്യം ട്രിവാൻഡ്രം ആണോ ഉണ്ടായത്, ആദ്യം കൊല്ലമാണോ ഉണ്ടായത്? എന്തുകൊണ്ട് നിങ്ങൾ കൊല്ലം ആദ്യം സ്റ്റാർട്ട് ചെയ്തു? ഏരിയ കൊല്ലം. ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്തിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രം എപ്പോഴും ഹാങ് ഔട്ട് ചെയ്യാനൊക്കെ വരുന്ന സ്ഥലം ഇവിടെയായിരുന്നു. ഇപ്പം നിങ്ങളോട് ഏറ്റവും ബെസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാനെന്ന് വെച്ചാൽ കൊല്ലവും ട്രിവാൻഡ്രം കമ്പയർ ചെയ്യുമ്പോഴേക്ക് ഏറ്റവും ബെസ്റ്റ് ഫുഡ് കിട്ടുന്നത് എവിടെയാണ്? അങ്ങനെ ഞാൻ പറയൂല, താത്വികമായ അവലോകനം എന്ന് പറയില്ല. ഫുഡ് സെലക്റ്റീവാ. ഫുഡിന്റെ ടേസ്റ്റ് ഒക്കെ ആൾക്കാരുടെ ടേസ്റ്റ് ബഡ്സിനനുസരിച്ചാണ്. ഞങ്ങൾക്ക് അങ്ങനെ കാറ്റഗറൈസ് ചെയ്തൊരു സ്ഥലത്തിന്റെ പേരിൽ ഒരിക്കലും പറയാൻ പറ്റില്ല. ഫുഡെല്ലാം സെലക്ട്. കൊല്ലത്തിന് ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡ് എന്തായിരിക്കും? കൊല്ലം ട്രിവാൻഡ്രം സൈഡത്തെ സദ്യ ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ ഭയങ്കര റെസനേറ്റിംഗ് ആണ്. സദ്യ കഴിക്കുന്ന രീതിയും വിളമ്പുന്ന രീതിയെല്ലാം ഭയങ്കര റെസനേറ്റിംഗ് ആണ്. ടേസ്റ്റും ഓൾമോസ്റ്റ് റെസനേറ്റിംഗ്. പിന്നെ കൊല്ലത്ത് മട്ടൻ വിഭവങ്ങൾ ഭയങ്കര ഫേമസ് ആണ്. ട്രിവാൻഡ്രത്തും ഉണ്ടല്ലോ മട്ടൻ്റെ. പിന്നെ പൊറോട്ട ബീഫ്, അത് അവിടെ നിന്ന് പൊറോട്ട ബീഫ്. ട്രിവാൻഡ്രത്ത് പൊറോട്ട ബീഫിൻ്റെ കുറേ കടകളുണ്ട്. പിന്നെ
മട്ടൻ, ബിരിയാണി. കമ്പാരിറ്റീവ് കാരണം സിറ്റി വലുതാണല്ലോ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് എല്ലായിടത്തും ഷൂട്ട് ചെയ്യാൻ പോകുന്നത്? അല്ല, ഞങ്ങൾക്ക് ഒരു ടീമുണ്ട്. 20 members ടീമുണ്ട്. 20 members ടീമുണ്ട്, ഇൻക്ലൂഡിംഗ് ആങ്കേഴ്സ്, ഇത് വീഡിയോഗ്രാഫേഴ്സ്. ആദ്യം തുടങ്ങിയപ്പം ടീമായിട്ട് തുടങ്ങിയതാണോ ഓരോരുത്തരെ ജോയിൻ ചെയ്ത് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നതിന് ശേഷം ഇപ്പം ട്രിവാൻഡ്രം, കൊല്ലം, ഇനി അടുത്ത ജില്ലയിലോട്ട് പ്രവേശിക്കാൻ താല്പര്യമുണ്ട്? കൊച്ചി ഉടനെ തുടങ്ങും, ഈ ഇയർ തന്നെ തുടങ്ങും. ഫുൾ ടൈം നിങ്ങൾ ബ്ലോഗിങ് മാത്രമാണോ? അതെ, ഞാൻ ഫുൾ ടൈം ആണ്. പുള്ളിക്കാരി എവിടെയായിട്ട്? ഞാനൊരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്യാം. റിമോട്ട് വർക്ക്. ബേസിക്കലി അടുത്ത വർഷം ഇലക്ഷൻ വരാൻ പോവാണ്. 2026 ഇലക്ഷൻ വരാൻ പോവാണ്. നിങ്ങളാണെങ്കിൽ കൊല്ലത്തും ട്രിവാൻഡ്രത്തും പ്രസൻസ് ഉള്ളൊരു ചാനലാണ്. നിങ്ങൾക്ക് ഗവൺമെൻറ് സൈഡിൽ നിന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ച്, ഫുഡ് ബ്ലോഗേഴ്സ് ആയിക്കോട്ടെ, ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, അവർക്കൊരു ഇപ്പം ചിലവർ പറയും ഞങ്ങൾക്കൊരു അംഗീകാരം വേണം. അംഗീകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർട്ടിഫൈഡ് ഒരു പ്രസ് ക്ലബിലുള്ള ഒരു സർട്ടിഫൈഡ് ദുബായിലൊക്കെ ഉള്ള ആൾ. സോ നിങ്ങളൊരു ബിഗ് ചേഞ്ച് പ്രതീക്ഷിക്കുന്നത് അടുത്ത ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ, ആ ഗവൺമെന്റിനോട് നിങ്ങൾ പറയാൻ പോകുന്ന ഒരു ചേഞ്ച് എന്താ ഉദ്ദേശിക്കുന്നത്? സെൻസർഷിപ്പ് നല്ലോണം വേണം. പിന്നെ വ്ളോഗേഴ്സിന് ഒരു ഒതന്റിസിറ്റിക്ക് വേണ്ടി സർട്ടിഫിക്കേഷൻ മസ്റ്റ് ആയിട്ട് വേണ്ട കാര്യമാണ്. പിന്നെ ഓൺലൈൻ പോകുന്ന കണ്ടന്റ് നല്ല സെൻസർഷിപ്പ് വേണം. ഇപ്പോൾ ഫേസ്ബുക്ക് മെറ്റ ചെയ്യുന്ന സെൻസർഷിപ്പ് ഒന്നും ഒരിക്കലും ഒരു ടാർഗറ്റഡ് സെൻസർഷിപ്പ് ഒന്നും അല്ല. അത് നമ്മുടെ സൈബർ ലോസിൽ തന്നെ അതിന് കറക്റ്റായിട്ട് സെൻസർഷിപ്പ് കൊണ്ടുവന്നാൽ നല്ല മാറ്റം ഉണ്ടാവും, നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ ഇപ്പോൾ കുട്ടികളിലേക്ക് എത്തുന്ന കോണ്ടന്റ് ഒക്കെ അപ്പോൾ നമ്മൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കാണാത്ത കോണ്ടന്റ് കൊടുത്താലും അത് കുട്ടികളെ എത്തുന്നുണ്ട്. അതൊക്കെ സെൻസേർഡ് ആവണമെന്ന് എനിക്ക് തോന്നുന്നു. സെൻസർഷിപ്പ് മസ്റ്റായിട്ട് വേണം. പിന്നെ അതിപ്പോഴും മെറ്റേ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് താല്പര്യമുള്ള കോണ്ടന്റ് മാത്രം കാണിക്കാൻ ശ്രമിക്കാൻ ഗവൺമെന്റ് സൈഡിൽ നിന്ന് മെറ്റയിലേക്കൊക്കെ പുഷ് ഉണ്ടെങ്കിൽ, ഐ മീൻ ഈ സോക്കോൾ സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങനത്തെ ഫീഡ്ബാക്സ് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെന്താ, ഈ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ട് പരിപാടി, ഇപ്പോൾ കേരളീയം അങ്ങനെയുള്ള പരിപാടികളിൽ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യണം എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഇൻവൈറ്റ്സ് വരാറുണ്ട്. ഒരു സെൻട്രലൈസ്ഡ് വേ ഓഫ് ഇൻവിറ്റേഷൻ വേണം. ഇത് ആരെ വിളിക്കുക ആരെ വിളിക്കില്ല എന്ന് ഗവൺമെന്റിനും അറിയില്ല. ബേസിക്കലി അതിനൊരു റൂൾസ് ഒന്നും ഇല്ല. ബിക്കോസ് ഇതൊരു പുതിയ സബ്ജക്റ്റ് അല്ല. ഇപ്പം നിങ്ങളുടെ മീഡിയ എന്നാണെങ്കിൽ വർഷങ്ങളായിട്ടുള്ള ഒരു ഫോം മാർക്കറ്റിംഗ് സ്റ്റൈലോ, ഈ സോഷ്യൽ മീഡിയ ഒരു 5 years ബൂമായി വന്നാൽ അത് ഗ്രാജുവലി വരുന്നതാണ്. അതിൻ്റെയൊക്കെ ഒരു പൈനിയേഴ്സ് ആണ് നമ്മൾ. ഓരോ പുതിയതായിട്ടുള്ള റൂൾസ് കൊണ്ടുവരണം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റെസ്ട്രിക്ഷൻസ് ആവരുത്, എന്നാൽ പ്രോപ്പർ ആയിട്ടുള്ള ക്യൂറേറ്റഡ് റൂൾസ് വേണം. അത്ര റെസ്ട്രിക്ഷൻ ആണല്ലോ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഏറ്റവും വലിയ പ്രശ്നം. രാത്രി 10:30 ശേഷം ഇറങ്ങിക്കൂടാ, 10:30 കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലീസ് പിടിക്കുന്നു, അങ്ങനെ സംഭവങ്ങളൊന്നും വരരുത്. പക്ഷെ ക്യൂറേറ്റഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്തായാലും ഒരു സസ്റ്റൈനബിൾ സിസ്റ്റത്തിന് വേണ്ടുന്ന കാര്യം. ഈ പബ്ലിക്കായിട്ട് ജനങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് അവരെപ്പോഴും പറയുന്ന ഒരു കണ്ടന്റാണ്, അവർ ഫുഡ് ബ്ലോഗ് ചെയ്യാൻ പോകുന്നു, ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കുന്നു, ഇങ്ങനെയുള്ളൊരു ബാഡ് കമൻസ് പറയാൻ എപ്പോഴും ജനങ്ങൾക്ക് പറയാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് എന്താ തിരിച്ചു പറയാൻ താല്പര്യം? എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാടുവിട്ട് പോയി ഫുഡ് ബ്ലോഗ് ചെയ്യുന്നത് ആക്ച്വലി ഞങ്ങൾ റിയൽ കണ്ടന്റ്സ് ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പറയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നത്? ഇന്ത്യ പോലൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ കൺട്രിയിൽ ആർക്ക് വേണമെങ്കിലും ഒപ്പീനിയൻ പറയാം. അതൊരു കാര്യമുള്ള കാര്യമല്ല. ബിക്കോസ് കമന്റ് ബോക്സ് ഇസ് ഓൾവേസ് ഓപ്പൺ. ഈ കമന്റിൽ കുറേയൊക്കെ ശരിയായിരിക്കും, കുറേയൊക്കെ തെറ്റായിരിക്കും. ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കുന്നു എന്നുള്ളൊരു പരിപാടി അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ആ കമന്റിനെ അപ്രീഷിയേറ്റ് ചെയ്യാത്തതാണ് പ്രശ്നം. ആ കമന്റ് അപ്രീഷിയേറ്റ് ചെയ്യരുത് നമ്മൾ. കാരണം ഒന്നും ഫ്രീ അല്ല. നമ്മൾ ഈ ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടി മാർക്കറ്റിംഗ് ഫ്രീ ആയിട്ട് ചെയ്യുന്നു അല്ലേ? ഒരു കോമ്പൻസേഷൻ. നിങ്ങൾ ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കുന്ന വെച്ചോ, ആരാണെങ്കിലും. ഞാൻ ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാറില്ല, ഞാൻ പൈസ വാങ്ങി ഫുഡ് കഴിച്ചിട്ട് വ്ളോഗ് ചെയ്യാറ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ. ബിക്കോസ് എൻ്റെ ഫുൾ ടൈം പ്രൊഫഷൻ അതാണ്. അപ്പം ഞാനത് അത്രയും കമ്മിറ്റ്മെൻറ്റോടെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതാണ്. ഞങ്ങളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, ഞങ്ങൾക്ക് സ്റ്റാഫ്സ് ഉണ്ട്. ഇവരെല്ലാം നമ്മുടെ ഒരു എൻറ്റിറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. സോ നമ്മൾ ചെയ്യുന്നത് പ്യുവർലി മാർക്കറ്റിംഗ് ആണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ചെയ്യുന്ന പ്യുവർലി മാർക്കറ്റിംഗ് ആണ്. സ്റ്റിക്കിംഗ് ഓൺ ടു ദ വാല്യൂസ് ഓഫ് ദ ബ്രാൻഡ് ആസ് വെൽ ആസ് വാല്യൂസ് ഓഫ് ദ കസ്റ്റമേഴ്സ്. നമ്മളിപ്പോൾ ചെന്നൊരു വീഡിയോ എടുക്കുമ്പോൾ അവിടുത്തെ ഫുഡ് കൊള്ളില്ല എന്നാണെങ്കിൽ നമുക്കൊരു പോളിസി ഉണ്ട്, ഫുഡ് കൊള്ളില്ലെങ്കിൽ ആ വീഡിയോ ഇടില്ല. പക്ഷേ നമ്മൾ ആ വീഡിയോനെ പറ്റി അല്ലെങ്കിൽ ആ ഹോട്ടലിനെ പറ്റി ഒരു നെഗറ്റീവ് റിവ്യൂ നമ്മൾ പറയും, പ്രൊവൈഡഡ് നമ്മൾ ജനറൽ കോണ്ടന്റ് എടുക്കാൻ പോകുകയാണെങ്കിലും പെയ്ഡ് പ്രൊമോഷൻ എടുക്കാൻ പോകുകയാണെങ്കിലും. ബിക്കോസ് ഒരാളൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ഉള്ള സ്ട്രഗിൾ നമ്മളെല്ലാവരും കാണുന്നത്. അതിന് പല പ്രോസസ്സിൽ കൂടെ അവർ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഒറ്റ വീഡിയോ കൊണ്ട് ആ ഒരു ബിസിനസ്സിനെ താർക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശം പറ്റും. ഏതെങ്കിലും ഒരു അനുഭവം ഷെയർ ചെയ്യാൻ പറ്റും? നിങ്ങളൊരു അടച്ചു പൂട്ടി പോകാൻ നടന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലുള്ള ഒരു ഹോട്ടലിൽ പോയി നിങ്ങളൊരു വീഡിയോ ചെയ്തു, അത് റിവൈവ് ചെയ്ത്
അപ്ലിഫ്റ്റ് ചെയ്ത് വന്നു, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട്. നമ്മള് ചെറിയ ലൈക്ക് സ്മോൾ സ്കെയിലിൽ ഒരു ചേട്ടൻ ചേച്ചി മാത്രം നടത്തുന്ന കോണ്ടന്റ്, ഒരു ചേട്ടൻ ചേച്ചി മാത്രം നടത്തുന്ന കടകളിൽ പോയി നമ്മൾ വ്ലോഗ് ചെയ്തിട്ട് നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെ നമ്മൾ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് വേറെ ആൾക്കാർ വന്ന് ചെയ്യുമല്ലോ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വീഡിയോ ആയിട്ട് നമ്മളും പോയി ചെയ്യുമല്ലോ. ഒരു ബേസിക്കലി എല്ലാവരും ട്രെൻഡ് ഫോളോ ചെയ്തുന്ന പരിപാടിയാണ്. എന്നിട്ട് അവർ വലിയ ഔട്ട്ലെറ്റിലേക്ക് മാറുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ കട്ടച്ചാക്കുഴിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ആദ്യം എങ്ങനെയായിരുന്നു പിന്നീട് എങ്ങനെയാണ് മാറുക. അതിന് കുറേ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ സോക്കോൾഡ് വ്ലോഗേഴ്സ് അതിന് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുണ്ട്. കാരണം ആൾക്കാർ സോഷ്യൽ മീഡിയ ആണല്ലോ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ യൂത്ത് ബ്ലൈൻഡ്ലി വിശ്വസിക്കുന്നത് മീഡിയനെക്കാട്ടിലും കൂടുതൽ സോഷ്യൽ മീഡിയ ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മീഡിയനെ എന്തിനാണ് വിശ്വസിക്കുന്നത്? മീഡിയ പറയുന്നത് കറക്റ്റാണ്. അല്ല, അങ്ങനെയല്ല. എന്ന് പറഞ്ഞാൽ മീഡിയക്കാട്ടിലും ഇപ്പം നമ്മൾ ഏത് വീഡിയോ എടുത്തു കഴിഞ്ഞാലും മീഡിയനെക്കാട്ടിലും റേറ്റിംഗ്സ് അല്ലെങ്കിൽ ഇപ്പം വ്യൂസ് കിട്ടുകയാണെങ്കിലും എല്ലാം കിട്ടുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ട്രസ്റ്റ് ചെയ്യില്ല. ഇത്രയും ബുദ്ധിയുള്ള പിള്ളേരല്ലേ വരുന്നത്. ഈ അടുത്ത ഒരു 10 വർഷത്തിൽ നമുക്കൊന്നും യൂസ് ചെയ്യാൻ പോലും അറിയില്ല. അടുത്ത പിള്ളേർ വെച്ചിട്ടായിരിക്കും എല്ലാം ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇപ്പോൾ ഒരു ആൾക്കാരുടെ സാക്ഷരത എന്താ? നമ്മുടെ പേരൻസിന് ലൈക്ക് ഡിജിറ്റൽ ലിറ്ററസി ഇല്ലെന്ന് പറയും. നമുക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ച് ലിറ്ററസി ഇല്ലാത്തതായിരിക്കും. അത്രയും അങ്ങനെ ബുദ്ധിയില്ലാത്ത പിള്ളേരൊന്നുമല്ല. അവർക്ക് കറക്റ്റ് അറിയാം, നമ്മളെക്കാട്ടി കറക്റ്റ് അറിയാം എന്തെടുക്കണം എന്തെടുക്കണ്ട. അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്ത് കാണിക്കണം എന്നുള്ള പ്രശ്നമാണ്. ഇപ്പോൾ ഒരു മീഡിയ എന്ത് കാണിക്കണമെന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുമ്പോഴാണ് അവിടെ പ്രശ്നം. അത് സോഷ്യൽ മീഡിയ അത്രയും വന്നിട്ടില്ല, പക്ഷേ മീഡിയ നല്ലോണം കടന്നു കയറുന്നുണ്ട്. സോക്കോൾഡ് മാധ്യമപ്രവർത്തകരെല്ലാം സോഷ്യൽ മീഡിയ കടന്നു കയറുന്നുണ്ട്. ഓരോ ചാനലിനും ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് അലൈൻമെൻറ്റ് ഉണ്ടാവും, ഓരോ ആദർശങ്ങളായിട്ട് അലൈൻമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ ഞാനൊരു കോമണർ ആണെങ്കിൽ ആ കോമണർ കാണേണ്ട ഇതേ ഉള്ളതെന്നാണ്. അത് നമ്മൾ ബ്ലൈൻഡ്ലി വിശ്വസിക്കരുത്. ഈ പുതിയതായിട്ട് വരുന്ന യൂട്യൂബ് ബ്ലോഗേഴ്സിനോട് അല്ല പുതിയതായിട്ട് വരുന്ന യൂട്യൂബ് ബ്ലോഗേഴ്സിനോട് നിങ്ങൾക്ക് പറയാനുള്ള ഒരു എന്താണ് ഒരു അഡ്വൈസ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ഗിവ് ടു ദ ന്യൂ? സ്റ്റാർട്ട് ഫ്രം സീറോ. നമ്മുടെ കയ്യിൽ ഇന്ന ഗാഡ്ജറ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇന്ന മൈക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന ഒരു ക്രൂ ഉണ്ടെങ്കിൽ തുടങ്ങാവുന്നില്ല. സ്ക്രാച്ച് ചെയ്ത് തുടങ്ങുക. വാട്ട് എവർ യു ഹാവ് അത് വെച്ച് തുടങ്ങുക. ആൻഡ് ഇതൊരു ചെറിയ കമ്മ്യൂണിറ്റി ആയിട്ടുള്ളൂ. ഈ സോഷ്യൽ മീഡിയ സ്പേസിൽ ഭയങ്കരമായിട്ട് വളരത്തേ ഉള്ളൂ. എല്ലാവരും പറയും സാച്ചുറേറ്റ്. അങ്ങനൊന്നും അല്ല. ഇപ്പോഴും നമ്മളൊരു 100 ബിസിനസ് എടുത്ത് നോക്കിയാൽ അതിലൊരു 10 ബിസിനസ്സിനെ ഒരു പ്രോപ്പർ സോഷ്യൽ മീഡിയ ചാനലോ അല്ലെങ്കിൽ പേജോ അതിൽ കൂടെ അവർ മാർക്കറ്റിംഗ് ചെയ്യുന്നുള്ളൂ. വേറെ എത്ര പേരുണ്ട്. സോ ഇപ്പോഴും ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉള്ള ഫീൽഡാണ്. ട്രൈ ഔട്ട് ന്യൂ കണ്ടന്റ്സ്. ഓൾറെഡി ഉള്ള സാധനങ്ങളെ ഇൻസ്പയർഡ് ആയിട്ട് പുതിയ കണ്ടന്റ്സ് ട്രൈ ചെയ്യുക. എൻ്റെ പേര് ആതിര എന്നാണ്. ഫുൾ നെയിം ആതിര ദാസ്. ആതിര ദാസ് തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാ പേജും. പേരിൽ തന്നെ ഒരു ബ്രാൻഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് വിചാരിച്ച് തുടങ്ങിയൊരു ചാനലാണ്. എന്തുകൊണ്ടാണ് ഈ ഫുഡ് ബ്ലോഗിങ്ങിലോട്ട് ഇപ്പം പല ബ്ലോഗേഴ്സ് ഉണ്ട്, ടെക് ബ്ലോഗേഴ്സ് ഉണ്ട്, ഫുഡ് ഉണ്ട്, ട്രാവൽ ഉണ്ട്. എന്തുകൊണ്ടാണ് ഫുഡ് മാത്രം ചൂസ് ചെയ്ത് ഫുഡിലോട്ട് മാത്രം? എനിക്ക് പൊതുവെ പണ്ട് തൊട്ട് പ്രത്യേകിച്ച് ടാലൻ്റ് ഒന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നിട്ടില്ല. അപ്പോൾ പാട്ട് പാടാനായാലും ഡാൻസ് കളിക്കാനായിട്ട് വലിയ കഴിവ് കാര്യങ്ങളൊന്നുമില്ല. ആകെ ഉള്ളത് ഫുഡ് കഴിക്കും. ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ കഴിവ് ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തുകൂടാന്ന് കരുതി അങ്ങ് വ്ളോഗൊക്കെ തുടങ്ങിയത്. പ്രത്യേകിച്ച് വേറെ റീസണൊന്നും ഇല്ല. ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ ഒരുവിധം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഫാമിലി സപ്പോർട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ? ഹസ്ബൻഡാണ് മെയിൻ സപ്പോർട്ട്. ഹസ്ബൻഡാണ് ക്യാമറ വീഡിയോ എടുക്കുന്നതും കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ഹസ്ബൻഡാണ്. പിന്നെ ഇപ്പം പാരൻസും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തുടങ്ങിയ സമയം എല്ലാവരും ഭയങ്കര എതിരായിരിക്കുമല്ലോ. ഇപ്പോൾ കുറച്ച് അത്യാവശ്യം സപ്പോർട്ടൊക്കെ ഉണ്ട്. ഈ പുതിയതായിട്ട് വരുന്ന ബ്ലോഗേഴ്സിനോട് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ട്? ബിക്കോസ് ഇത്രയും എക്സ്പീരിയൻസ് ആയപ്പം എന്തെങ്കിലും ഒരു... ഞാൻ വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്ന രീതിയിൽ ഒരിക്കലും ഞാൻ പറയുന്നില്ല. കാര്യം ഒരുപാട് അറിവെന്ന് പറഞ്ഞ സാധനം കിട്ടുന്നോറും അതിൻ്റെ ആഴം കൂടി കിട്ടേണ്ടതായിട്ട് ഒരുപാടുണ്ട്. ഇനി ചെറിയൊരു അറിവിൽ പറയുവാണെങ്കിൽ നമ്മുടെ കണ്ടന്റിൽ എന്താ പറയുക ക്വാളിറ്റിയും അതിൽ ജെന്യൂനിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള വർക്കും നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നമുക്ക് തന്നെ വരും. ഒരിക്കലും ഒരു ഈഗോയോ ഒരു കോമ്പറ്റീഷനോ വെക്കേണ്ട ഒരു കാര്യമില്ല. എൻ്റെ വർക്ക് നല്ലതാണെങ്കിൽ എന്നെ തേടി ആൾ വരും, ഇല്ലെങ്കിൽ വേറൊരാൾക്ക് വരും. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന മറ്റൊരാൾക്ക് കിട്ടുന്നതിനെ ഞാൻ തടയേണ്ട കാര്യമില്ല. അങ്ങനെ കുറച്ച് പേര് ഇഷ്യൂസ് ആയിട്ട് വരുന്നുണ്ട്. എന്തിനാണ് വെറുതെ? നമ്മൾ നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക, ബാക്കി നമുക്ക് വരും. അത്ര ഞാൻ വിശ്വസിക്കുന്നു. ഫുഡ് ബ്ലോഗിംഗ് കൂടാതെ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യോ? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലാതെ എംപ്ലോയിയും കൂടെ ആണ്. ഈ ഗവൺമെന്റ് ഇപ്പൊ അടുത്ത തവണ ഇലക്ഷൻ വരുന്നുണ്ട്. 2026 കേരള ഇലക്ഷൻ വരുന്നുണ്ട്. ഗവൺമെന്റ് സൈഡിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു ബിഗ് ചേഞ്ച് പ്രതീക്ഷിക്കുന്നുണ്ട്? ഫുഡ് ബ്ലോഗേഴ്സ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഫുഡ് ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ എല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്തെങ്കിലും ഒരു
എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങൾ പ്രതീക്ഷിക്കും? ഇപ്പൊ പലരും പറയും പോലെ നമ്മുടെ മീഡിയാസിനെക്കാളും ഒരു പടി മുന്നിൽ വ്ളോഗേഴ്സിനൊക്കെ കുറച്ചും കൂടെ എന്താ പറയാ, കുറച്ചും കൂടെ പുറത്തേക്ക് കാര്യങ്ങൾ അറിയിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് വ്യൂവേഴ്സ് കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ മീഡിയസിനെക്കാളും. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ അത് വ്ളോഗേഴ്സും കൂടെ വഴി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ പബ്ലിക്കിൽ എത്തേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ തന്നെ ഹെൽത്ത് പരമായിട്ടുള്ള ഈ ബ്ലഡ് ഡൊണേഷൻ പറഞ്ഞ പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ന്യൂസ് ചാനലുകൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ വ്ളോഗേഴ്സ് വഴിയും ഇൻഫ്ലുവൻസേഴ്സ് വഴിയൊക്കെ പുറത്ത് കൊടുത്താൽ, ഔട്ട്പുട്ട് നല്ല രീതിയിൽ കൊടുത്താൽ ഒരുപാട് യൂസ് ഉണ്ടാവും. കൺഫേമായ കാര്യമാണ്. ഒരു ഓണസദ്യ കഴിക്കാൻ ഒരു സെലിബ്രിറ്റി വിളിക്കുകയാണെങ്കിൽ ഏത് സെലിബ്രിറ്റിയോടെ കഴിക്കാനായിരിക്കും താല്പര്യപ്പെടുന്നത്? ആണ് വേണോ പെണ്ണ് വേണോ? അതെയായാലും കുഴപ്പമില്ല. ഒരു ആണും ഒരു പെണ്ണും പറഞ്ഞു. എനിക്ക് ലേഡി ആണെങ്കിൽ ഞാൻ മഞ്ജു വാര്യരോടൊപ്പം, പിന്നെ ലാലേട്ടനോട് പറയണം കേട്ടോ. എൻ്റെ പേര് ജാനകി അഖില. നമ്മുടെ ചാനലിന്റെ പേര് ബോൾഡ് ബനാന ബ്ലോഗ്സ്. എന്നാ നിങ്ങൾ ഈ ചാനൽ തുടങ്ങിയത്? ഞങ്ങൾ ഒരു ജൂലൈ. നിങ്ങൾ ഫുഡ് ബ്ലോഗിംഗ് ആണ് കംപ്ലീറ്റ്ലി ചെയ്യുന്നത്. പുതിയതായിട്ട് വരുന്ന ഇൻഫ്ലുവൻസേഴ്സിനോട് എന്തെങ്കിലും പറയാനൊരു അഡ്വൈസ് വല്ലതും ഉണ്ടോ? നമ്മളെ പുതിയതായിട്ട് വന്നതാണ്. നിങ്ങൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഡേ ഓഫ് ചലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്തത് എന്തായിരിക്കും? ഒരു പ്രോപ്പർ കണ്ടന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക്. ഇവിടെ ഓൾറെഡി കുറെ പേജസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറെ ചാനൽസും മറ്റു കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ഡിഫറെൻ്റ് ആയിട്ട് കണ്ടന്റ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് തുടക്കത്തിലുണ്ടായിരുന്നത്. ഈ ഫുഡ് ബ്ലോഗേഴ്സിന് സാധാരണ രീതിയിൽ ഇപ്പോൾ അടുത്ത വർഷം ഇലക്ഷൻ വരുവാണ് 2026. അപ്പം ഫുഡ് ബ്ലോഗേഴ്സിന് ഒരു കുറച്ചും കൂടെ അംഗീകാരം കിട്ടിയാൽ കൊള്ളാം. അതായത് ഗവൺമെൻറ് സൈഡിൽ നിന്ന് കുറച്ചും കൂടെ ഒരു സർട്ടിഫൈഡ് ഫുഡ് ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അംഗീകാരം കിട്ടിയാൽ കൊള്ളാം. ഇപ്പോൾ UK യിലും UAE ഒക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിഗ് ചേഞ്ച് താല്പര്യപ്പെടുന്നുണ്ടോ പുതിയതായിട്ട്? നിങ്ങൾ ഈ ഫുഡ് ബ്ലോഗിങ്ങിൻ്റെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യുകയാണോ? നിങ്ങൾ ഈ ഫുഡ് ബ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്തത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ളൊരു ഐഡിയ തോന്നിയതാണോ? അതോ പണ്ട് 2022 മുതൽ തന്നെ ഫുഡ് എല്ലായിടത്തും പോയി കഴിക്കും. ഒട്ടുമിക്ക കഫേസിലും റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പതുക്കെ ഫോൺ ഉണ്ടായിട്ട് ക്യാമറ എടുത്ത് തുറന്ന് വെച്ച് എടുക്കാൻ തുടങ്ങി. പിന്നെ അത് ഞങ്ങൾക്ക് വേറൊരു പേജ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ റാൻഡം ആയിട്ട് പോസ്റ്റ് ചെയ്ത് അതിട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ നമുക്കത് കാര്യമായിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് വരാൻ തുടങ്ങി. ഞാനും ജാനകി എക്സ്ട്രീംലി പാഷനേറ്റ് ആണ് ഫുഡ് എന്ന് പറഞ്ഞാൽ. വെൻ കംസ് ടു ഫുഡ് നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്, ഒരുപാട് ഐഡിയാസ് വരും. ഭയങ്കര ക്രിയേറ്റീവാണ് ഞാനും ജാനകി ഫുഡിന്റെ പേര്. രണ്ടുപേരും ട്രിവാൻഡ്രംകാരാണോ? അപ്പോൾ ട്രിവാൻഡ്രത്തെ ഏറ്റവും ബെസ്റ്റ് ഫുഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ജനങ്ങളോട് പറയാൻ താല്പര്യമുള്ളൊരു ഫുഡ് എന്തായിരിക്കും? കംഫർട്ട് ഫുഡായിട്ട് നിങ്ങൾ കഴിച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ വീഡിയോ ചെയ്തു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫേവറേറ്റ് വിൽ ബി സംസമിലെ ഷവായി അല്ലെങ്കിൽ ഇറാനിയിലെ പ്ലേറ്റഡിലെ ഇൻഫ്യൂസ് ചിക്കൻ. എൻ്റെത് സംസമിലെ ഷവായും ഓറിയന്റൽ സ്പൈസിലെ പാട്ടാണ്. നിങ്ങളൊരു ഓണസദ്യക്ക് നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ, ഇപ്പം അത് ഗവൺമെൻറ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു സെലിബ്രിറ്റിയുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ ഏത് സെലിബ്രിറ്റിയുടെ ആയിരിക്കും കഴിക്കാൻ താല്പര്യപ്പെടുന്നത്? എൻ്റെ ഒരു അറിവിൽ മോഹൻലാൽ അത്യാവശ്യം ഫുഡിയാന്ന് കേട്ടിട്ടുണ്ട്. പുള്ളിയുടെ കൂടെ ഇരുന്ന് കഴിക്കണം. ബേസിൽ ജോസഫ്. അശ്വതി അസ്ബി വ്ലോഗ് എന്നാണ് പേര്. എൻ്റെ പേര് ജെയ്സൺ ജെയിംസ് എന്നാണ്. പേജിൻ്റെ പേര് സ്റ്റോറീസ് ബൈ ജെയ്സൺ എന്നാണ്. എൻ്റെ പേര് ശരത് പ്രകാശ്. എൻ്റെ ഇൻസ്റ്റാ നെയിം ക്രഷർ. എൻ്റെ പേര് സച്ചിൻ. ചാനലിൻ്റെ പേര് സാൻ ഫുഡീസ് TV. എൻ്റെ മെയിനായിട്ടൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് പറയണ്ടേ ബ്രോ, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ആ ഡ്രാഗൺ ചിക്കൻ ബെർത്തായിരുന്നു. ഓക്കെ, നിങ്ങൾ ട്രിവാൻഡ്രത്ത് പാറശാല തൊട്ട് ആറ്റിങ്ങിൽ വരെയുള്ള എല്ലാ ഭാഗത്തും നിങ്ങൾ പോയി ഫുഡ് ബ്ലോഗ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഫേസ് ചെയ്ത ഒരു ചലഞ്ച്, അപ്പം സൊസൈറ്റി രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ് രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് സൈഡിൽ നിന്നായിരിക്കാം, ഒരു ഫേസ് ചെയ്ത ചലഞ്ച് അത് കുറച്ചും കൂടെ ഒരു ഇങ്ങനെയല്ല, അതൊരു ബെറ്റർ രീതിയിലാക്കിയാൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടിയാൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ പോലീസിൻ്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയാൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സൊസൈറ്റിയുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നുള്ളൊരു ആഗ്രഹിച്ച് എന്തെങ്കിലും ഒരു കാരണം? പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഫുഡ് സേഫ്റ്റിയുടെ കൺസേൺ ആണ്. ഫുഡ് സേഫ്റ്റിയുടെ കാരണം എസ്പെഷ്യലി എല്ലാവർക്കും ഫുഡിൽ വരുന്ന ഇൻസെക്ട്സ് അങ്ങനെ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ചിലർക്ക് പെട്ടെന്ന് അത് എന്താ പേടിക്കും, ചിലർക്ക് അലർജീസ് ഉണ്ടാവും, അലർജി ഇഷ്യൂസ് ഉണ്ടാവും. ഫുഡ് അതുകൊണ്ട് ഏറ്റവും സെക്യുലറായിട്ട് കൊണ്ടുപോകേണ്ട ഒരു ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് ഫുഡ് എല്ലാവരും ഈ 2026 ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്.
നമുക്കെല്ലാവർക്കും അറിയാം UAE-ലും UK-ലും ഒക്കെ സർട്ടിഫൈഡ് ഫുഡ് ബ്ലോഗേഴ്സ് എന്നൊക്കെ പറഞ്ഞ് അംഗീകാരങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു നിബന്ധനകൾ ഗവൺമെൻറ്റിനോട്, നിബന്ധനകളല്ല, ഒരു റിക്വസ്റ്റ്, ലൈക്ക് ഒരു ഗവൺമെൻറ് ഇങ്ങനെ ചെയ്താൽ കൊള്ളായിരുന്നു എന്നുള്ളൊരു റിക്വസ്റ്റ് നിങ്ങൾ വെക്കുന്നുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു സംഭവം ഗവൺമെന്റ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നതിന് നമുക്കിവിടെ ഒരു ഇതില്ല. കാരണം നമ്മുടെ ഇവിടെ കുറേ അധികമുള്ള സ്ട്രീറ്റ് ഫുഡ്സ് ആണ്. ഈ സ്ട്രീറ്റ് ഫുഡ്സിനെ പോലും ഇവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഈ നമ്മുടെ പരുത്തിപ്പാറ ആ സൈഡൊക്കെ അറിയാമല്ലോ, ആ സൈഡിലെ ഈ ഫുഡ് കാർട്ടുകളൊക്കെ മാറ്റാനൊക്കെയാണ് അവരുടെ പ്ലാൻ. എന്നാൽ സ്ട്രീറ്റ് ഫുഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാംഗ്ലൂർ, മുംബൈ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അറിയാലോ, ഫുള്ളി സ്ട്രീറ്റ് ഫുഡ്സ് ആണ്. അവിടുത്തെ ഗവൺമെന്റ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മീൻസ് ഗവൺമെന്റ് സിസ്റ്റം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരാരെയും മാറ്റാനോ ഒന്നും നോക്കുന്നില്ല. പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് ഈ എന്താണ് ഇത് മാറ്റി ഇവർ വലിയൊരു ഇത് അംഗീകാരം കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞുകൂടാ. ഇല്ല, അവർക്ക് കൊടുത്തിട്ടുള്ള എന്തെങ്കിലും എന്താ പറയുക ബാഡായിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരമായിരിക്കാം ചിലപ്പോൾ അത് പോകുന്നത്. ഇല്ല, എന്ത് ചെയ്യണം, ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്ന നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അല്ല ഈ ആ ഒരു കാറ്റഗറി ഉണ്ട്. അവർ വന്ന് ചെക്ക് ചെയ്ത് ഇതുള്ള എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് തീരാനുള്ള വിഷയമേ ഉള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സുടസുട ഇഡ്ഡലി എന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ, കോർപ്പറേഷൻ അത് അവര് കോർപ്പറേഷൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് മാറ്റാനായിട്ട്. അതുകൊണ്ട് അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഒത്തിരി പേര് അവിടെ വന്നു പോകുന്നതാണ്, അത് അവിടെ നിന്ന് ഫുഡ് എല്ലാവരും എൻജോയ് ചെയ്ത് കഴിക്കുന്നതാണ്. പക്ഷേ ഗവൺമെന്റിന് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ അത് ഒരുപാട് എന്താ പറയുക റീച്ചുള്ള ഒരു ഷോപ്പാണ്. അതുപോലെ അങ്ങനെയുള്ളത് മാറ്റാതിരുന്നാൽ ഒത്തിരി പേർക്ക് അത് ഇൻഫ്ലുവൻസ് ആണ് അങ്ങനെയുള്ളത് കൊണ്ടുവരാൻ. അപ്പോൾ ഗവൺമെന്റിന് ഇങ്ങനെ ഒരു സപ്പോർട്ട് കുറച്ചുകൂടെ കിട്ടിയാൽ വളരെ നന്നായിരുന്നു. അതായത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ പേർക്ക് ഉപകാരപ്പെടും. നമ്മുടെ MG കോളേജിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരു ഫുഡ് സ്ട്രീറ്റാണ്. എനിക്കൊന്ന് 2017 മുതൽ ഒരു എഫക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതൊക്കെ മാറുക എന്ന് പറയുന്നത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പം കേരളത്തിലെ ഒട്ടുമിക്ക, അതായത് ട്രിവാൻഡ്രത്ത് ഒരു യൂത്ത് ഫുള്ളും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഫുഡിനൊക്കെ. സോ അത് മാറ്റുക എന്ന് പറയുന്നത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഗവൺമെൻറ്റോട് റിക്വസ്റ്റ് ചെയ്യണം. താങ്ക് യു ബ്രോ. ഒരുപാട് കുഞ്ഞു മീൻസ് ബ്ലോഗേഴ്സ് ആയിട്ട് നിന്നുള്ളവരും പോകുന്നുണ്ട് ഈ ഒരു ബിസിനസ് തുടങ്ങാൻ. ഇല്ല, കുഞ്ഞു സംരംഭകർ വരുന്നുണ്ട്, ചെറിയ യൂത്ത്, അതായത് വീട്ടിലൊക്കെ ചുമ്മാ ഇരുന്ന് വെറുതെ സമയം കളയണ്ടെന്ന് വിചാരിച്ചു, അതായത് അവരുടെ സ്കില്ല് പോയി എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരു ചെറിയൊരു കിയോസ്കൊക്കെ തുടങ്ങി സംരംഭകർ എനിക്ക് പേഴ്സണലി അറിയാമെന്നുള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ട ഗവൺമെൻറ്. ആ സപ്പോർട്ടിലൂടെയാണ് ഈ പറഞ്ഞ വ്ളോഗേഴ്സിനും ഒരു യൂസ്ഫുൾ ആയിട്ടൊരു സാധനം വരുന്നത്. അപ്പം അതിന് പുറമെ ഇപ്പോൾ ഈ കേരളീയം പോലത്തെ പ്രോഗ്രാമിനൊക്കെ നമ്മൾ വ്ളോഗേഴ്സിന് ഇൻവിറ്റേഷൻ വന്ന രീതിയിൽ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അവർ പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ 3 ലക്ഷം ഫോളോവേഴ്സ് എങ്കിലും വേണമെന്നെങ്കിലും പറയണം. അതൊരിക്കലും 3 ലക്ഷം ഫോളോവേഴ്സിന് കവിഞ്ഞുള്ളവർക്ക് മാത്രമേ കണ്ടന്റ് എടുക്കാനായിട്ടുള്ള അവകാശമുള്ളൂ എന്നുള്ള രീതിയിലാണ് അവർ തന്നിരിക്കുന്നത്. ആ ഒരു കൺസെന്റ് ഫോമിൽ 3 ലക്ഷം ഫോളോവേഴ്സാണ് നോക്കേണ്ടത്. ഈ 5 ഫോളോവേഴ്സ് ഉള്ളതിൻ്റെയും നല്ല കണ്ടന്റ് ആണെങ്കിൽ ആ വീഡിയോ റീച്ച് ആവും. അതായത് 300K-യും 400K-യും 1 മില്യണും പോകുന്നവരുണ്ട്. അപ്പോൾ അതിൽ ഫോളോവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തല്ലായിരിക്കും, കോണ്ടന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാവരും കോണ്ടന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. അല്ലാണ്ട് ഒരിക്കലും ഫോളോവേഴ്സിനെയാണ് അത് ചെയ്യുന്ന ആളെയാണ്. നമ്മൾ വേ ഓഫ് പ്രസന്റേഷൻ, വേ ഓഫ് ഇംപ്രൂവ്മെന്റ് അങ്ങനെയൊക്കെയാണ് നമ്മൾ എപ്പോഴും വാലിഡേറ്റ് ചെയ്യണം. ഈ പുതിയതായിട്ട് വരുന്ന ലേഡി ബ്ലോഗേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? അവരിറങ്ങണം എന്ന് അല്ല, കുറേ കൂടെ പാർട്ടിസിപ്പേഷനിലോട്ട് വരണം വ്ളോഗിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം എല്ലാവരും ജോലി അങ്ങനെ ഇതായിട്ട് പോവാണ്. ഇപ്പം എനിക്ക് ഞാൻ വർക്ക് ചെയ്യാണ്, പക്ഷെ എങ്കിലും നമുക്ക് ഇത് എല്ലാവർക്കും പേഴ്സണലി തോന്നുന്ന കാര്യമാണ്, അത് പറഞ്ഞു കിട്ടില്ല. ഇഷ്ടപ്പെട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതായത് നമുക്കൊരു ബിസിനസ് തുടങ്ങി പോകാനും പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു വർക്കിംഗ്, ഇപ്പോൾ ലേഡീസിനെ സംബന്ധിച്ച് അവരൊരു ജോബ് ചെയ്യണമെന്ന് വെച്ചു, ആ ജോബ് ചെയ്യുന്നതിന് പുറമെ അവർക്ക് ഇതൊരു സൈഡ് ബിസിനസ് പോലെയും കൊണ്ടു നടക്കാം. അത് നല്ല മാന്യമായിട്ടുള്ള രീതിയിലാണ് വ്ളോഗിങ് ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മളെല്ലാവരും കാണുന്നത്. അപ്പോൾ അവർ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഉറപ്പായിട്ടും വരുമ്പം അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും, നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. അപ്പോൾ ലേഡി വ്ളോഗേഴ്സ് ആണെങ്കിൽ നമുക്ക് തന്നെ കമ്പൈൻ ചെയ്യുന്ന പല വർക്ക്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് മാറ്റേഴ്സ് ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ ഗവൺമെന്റ് സപ്പോർട്ട് കിട്ടുമെന്ന് ബ്രോ ചോദിച്ച ആ ക്വസ്റ്റ്യനിങ്ങിൽ ഒരിക്കലും ഉണ്ടാവില്ല തന്നെയാണ് ഞാൻ ഇപ്പോഴും തീർന്ന് പറയുന്നത്. കാരണം എക്സാമ്പിൾ ചിന്തിച്ചാൽ മതി. ഇപ്പം സുരാജ് വെഞ്ഞാറമൂടിനെ പോലെ നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ്. അപ്പോൾ പുള്ളിക്കാരനൊക്കെ എത്ര പേയ്മെന്റ് കൊടുത്താണ് കൊണ്ടുവരുന്നത്. ആ പേയ്മെന്റ് കൊടുത്ത് കൊണ്ടുവരുന്നതിൽ നമുക്ക് അഭിമാനമേ ഉള്ളൂ. പക്ഷേ അതിന് പുറമെ നമ്മളെയും അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സൊസൈറ്റി വരണം. ഇപ്പം പല പല സംഭവങ്ങളും പലരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഗവൺമെന്റ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് തിരിച്ച് ഗവൺമെന്റിന്റെ ഓരോ പ്രോജക്ട്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യും. മനസ്സിലായി? അതാണ് നമുക്ക് വേണ്ടത്. നമുക്കൊരു അങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. താങ്ക് യു. ഓക്കെ.